ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരുക്കത്തിന്റെ ഭാഗമായാണ് വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത്. തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ മാറ്റുന്നതിന് പിന്നിൽ പത്മജ BJP-യിലേക്ക് പോയതാണ് പ്രധാന പ്രശ്നമെന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയിൽ നിന്നും തൃശ്ശൂർ പിടിച്ചെടുക്കുക എന്ന് പറയുന്നൊരു ബൃഹത്തായ ലക്ഷ്യം കോൺഗ്രസിനുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത് കോൺഗ്രസ് പലപ്പോഴും സമ്മതിച്ചിട്ടുമുണ്ട്. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വലിയ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതേ സാഹചര്യത്തിൽ CPI-യെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ഹോൾഡുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ മത്സരിക്കുന്നത് VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാർ കൂടിയാണ് അവിടെ CPI-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ സ്വാധീനം തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു. കാരണം അവിടെ TN പ്രതാപനോളം സ്വാധീനമുള്ള മറ്റൊരു വ്യക്തിയും അവിടെയില്ല. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ മുൻപും കെ മുരളീധരൻ നിന്നിട്ടുണ്ട്. തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ കെ മുരളീധരനും പത്മജയാണെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് അച്ഛന്റെ വലിയൊരു സ്വാധീനമുണ്ടാക്കാൻ രണ്ടു മക്കൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിമർശനം പോലും രാഷ്ട്രീയത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതായത് കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരൻ തൃശ്ശൂർക്കാർക്കെല്ലാം തന്നെ വളരെ സുപരിചിതരാണ്. പക്ഷേ അത്ര വലിയൊരു ഓളമുണ്ടാക്കാൻ രണ്ടു മക്കൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനം മുരളീധരൻ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ യാതൊരു തരത്തിലുള്ള ഹോംവർക്കും ഇല്ലാതെയാണ് കോൺഗ്രസ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയത് എന്ന് വിശ്വസിക്കാനാകില്ല. അതായത് കോൺഗ്രസ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. അത് നിയമം ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു വ്യക്തമായൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം നിയമസഭാ മണ്ഡലമാണെങ്കിലും വട്ടിയൂർ നിയമസഭാ മണ്ഡലമാണെങ്കിലും അവിടെ BJP-ക്ക് വലിയ തരത്തിലുള്ളൊരു സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആ മണ്ഡലങ്ങൾ ഒരു പക്ഷെ തിരിച്ചു പിടിക്കാനായിട്ട് കെ മുരളീധരന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വലിയ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് കോൺഗ്രസ് മുരളീധരനെ തൃശ്ശൂരിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആകെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 1,95,239 വോട്ടർമാരായിരുന്നു. എന്നാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുന്ന സാഹചര്യത്തിൽ അവിടെ കെ മുരളീധരനാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 51,432 വോട്ടുകളായിരുന്നു അദ്ദേഹം കരസ്ഥമാക്കിയത്. എന്നാൽ അതേസമയം തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരനാണ്. 43,700 വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഈ നിയമസഭാ മണ്ഡലത്തിൽ വലിയ ഒരു ഹോൾഡ് യഥാർത്ഥത്തിൽ BJP-ക്ക് കൂടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു 2016 തന്നെ സംഭവിച്ചിരുന്നത്. എന്നാൽ 2019 എത്തുന്ന സാഹചര്യത്തിൽ വീണ്ടും ആ മുരളീധരൻ തന്നെ അവിടെ വിജയിച്ചു വരികയും അതിനുശേഷം പിന്നീട് BJP-യുടെ ഒരു സ്വാധീനം അവിടെ കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ 2019 എത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും സ്ഥാനം അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുകയും അവിടെ VK പ്രശാന്ത് സ്ഥാനമേൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാം സ്ഥാനത്ത് അപ്പോഴും കോൺഗ്രസ് ആണ് വരുന്നത്. BJP-യെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. S സുരേഷ് ആയിരുന്നു അന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. 27,453 വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. എന്നാൽ അതേസമയം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് VK പ്രശാന്താണ്. 54,000 വോട്ടുകളോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 40,000 വോട്ടുകളോളമാണ് കോൺഗ്രസിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി 2021 വരുന്ന സാഹചര്യത്തിൽ വീണ്ടും BJP തിരിച്ചു കയറുന്നതായി കാണാം. പക്ഷേ അപ്പോഴത്തേക്കും കെ മുരളീധരനെ വട്ടിയൂർക്കാവിൽ വലിയൊരു ഓളമുണ്ടാക്കിയതിന്റെ പേരിൽ കെ മുരളീധരൻ പിന്നീട് ക്ഷണിക്കപ്പെടുന്നത് നേമത്തേക്കാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു കെ മുരളീധരനിൽ എന്നാണ്. കാരണം കെ മുരളീധരനെ വീണ്ടും വട്ടിയൂർക്കാവിൽ ഒരു ഓളമുണ്ടാക്കിയ സ്ഥിതിക്ക് നേരെ നേമത്തേക്ക് വരും, നേമത്ത് മത്സരിക്കും എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവിടെ BJP-യെ തറപറ്റിക്കുക എന്ന് പറയുന്ന കടുത്ത ഒരു ഉദ്ദേശം യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ നേമത്ത് സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അതായത് നേമത്തെ വോട്ട് നില പരിശോധിക്കുകയാണെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ലീഡ് ചെയ്തത് CPM ആയിരുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് V ശിവൻകുട്ടിയായിരുന്നു. 57,837 വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. എന്നാൽ അതേസമയം തന്നെ രണ്ടാം സ്ഥാനത്തെത്തിയത് BJP-യുടെ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം എത്തിയത് 51,888. അതായത് ഏതാനും ചില നേരിയ വ്യത്യാസത്തിലാണ് BJP-ക്ക് ആ അധികാരം നഷ്ടമാകുന്നതെന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് കെ മുരളീധരനാണ്. അദ്ദേഹം സ്വന്തമാക്കിയ വോട്ടുകൾ എന്ന് പറയുന്നത് 36,524 വോട്ടുകളാണ്. അതായത് വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസ് ഇറക്കിയ ഒരു വ്യക്തി തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കെ മുരളീധരൻ
മുരളീധരൻ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ മുരളീധരൻ പോലും പ്രതീക്ഷിച്ച നിലയിലേക്ക് ഉയരാനായിട്ട് സാധിച്ചില്ല. അവിടെ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇനി തൃശ്ശൂരിലേക്ക് വരാം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരേഷ് ഗോപി 3-ാം തവണയാണ് അദ്ദേഹം ഒരു മത്സരത്തെ അഭിമുഖീകരിക്കാനായിട്ട് ഇറങ്ങുന്നതെന്ന് കാണാൻ സാധിക്കും. എല്ലാ തവണത്തെക്കാളും തീർത്തും ഉഷാറോടുകൂടി തന്നെ, അല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ വളരെ ആർജവത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. രാത്രികാലങ്ങളിൽ പോലും പന്തം കൊളുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ പല വിവാദങ്ങളും അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. അണികളില്ലാത്ത അവസ്ഥ എന്ന് പറയുന്ന വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങൾ എന്തായാലും തകൃതിയായി തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ അവിടെ VS സുനിൽകുമാറിനാണെങ്കിൽ വ്യക്തമായ ആധിപത്യമുണ്ട്. ഒരു പക്ഷേ TN പ്രതാപന് മുൻ സിറ്റിംഗ് MP കൂടി ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ജനങ്ങൾ ഇനി ഒരു പുതുമ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ആ സീറ്റെല്ലാം തന്നെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലോ എന്ന് ഭയന്നുകൊണ്ടാണ് അവിടെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ചും വട്ടിയൂർക്കാവിലെല്ലാം തന്നെ ഉണ്ടാക്കിയ വലിയൊരു മാറ്റം അത് മുരളീധരന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു വലിയ പ്രതീക്ഷ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിയമം അവിടെ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അത് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ VS സുനിൽകുമാർ ആണെങ്കിലും സുരേഷ് ഗോപിയും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം പ്രത്യേകിച്ചും മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് പോലും മുരളീധരനാണോ എന്നുള്ളൊരു ആ ചോദ്യം മറികടക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ മുരളീധരനാണ് എന്ന് ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. TN പ്രതാപനാണെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. TN പ്രതാപനാണെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ അടിത്തട്ടിൽ പോലും എത്തുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത്തരമല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഈ പ്രചരണവും, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഗ്ലാമർ ഇമേജ് ഉള്ളത് കൊണ്ടും 3 തവണകളിലായിട്ട് തൃശ്ശൂരിനെ കയ്യിലെടുക്കാനുള്ള ഊർജിതമായ ശ്രമം നടക്കുന്നത് കൊണ്ടും സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി മുൻ കൃഷി മന്ത്രി ആയിരുന്നതുകൊണ്ടും അദ്ദേഹം എപ്പോഴും തൃശ്ശൂരിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂർക്കാരനായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ളൊരു സ്വാധീനവും ഓളമുണ്ടാക്കാൻ ഇരു കൂട്ടർക്കും സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ മുരളീധരനാണെങ്കിൽ അത്തരമൊരു ഓളം ഉണ്ടാക്കണമെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം തന്നെ വേണ്ടിവരും. ആ പ്രയത്നം പാളിപ്പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിയമം തൃശ്ശൂരിൽ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അവിടെ ഒരു പക്ഷേ BJPയോ അതല്ലെങ്കിൽ CPIMോ 1-2 സ്ഥാനങ്ങൾ വഹിക്കുകയും 3-ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് തള്ളിപ്പോകാനുള്ള സാധ്യതയും ഏറെയാണ്.